ഇടതുമുന്നണി സർക്കാരിനെ പ്രശംസിച്ച് ലേഖനമെഴുതിയ ഡോക്ടർ ശശി തരൂർ എംപിക്കെതിരെ കോൺഗ്രസിൽ പടപ്പുറപ്പാട്. കേന്ദ്ര നേതൃത്വത്തിന് പരാതി നൽകാനാണ് നീക്കം. കേരളത്തിലെ വ്യവസായ രംഗത്ത് ഇടത് സർക്കാരിന്റെ നേതൃത്വത്തിലുണ്ടായ വികസനം അക്കമിട്ട് നിരത്തി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിൽ തരൂർ എഴുതിയ ലേഖനമാണ് വിവാദമായത്. കോൺഗ്രസ് നേതൃത്വം ഇതിനെതിരെ ശക്തമായി രംഗത്ത് വന്നെങ്കിലും നിലപാട് തിരുത്തില്ലെന്നാണ് തരൂരിന്റെ പ്രതികരണം. പ്രതിപക്ഷ നേതാവ് പക്ഷെ പറയുന്നത് ഏത് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നാണ് അത് ആർട്ടിക്കിൾ വായിക്കാൻ പറയണം. ഞാൻ എന്നോട് ചോദിച്ചിട്ടില്ല, ഞാൻ ചൂണ്ടിക്കാണിക്കാം. എല്ലാറ്റിൻ്റെയും ആ റിപ്പോർട്ട്സായി അഥവാ ആ റിപ്പോർട്ടിൽ വല്ല കുറ്റമുണ്ടെങ്കിൽ നമുക്ക് തർക്കിക്കണം. ഞാൻ ഈ ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം റിപ്പോർട്ട് ലോകത്തിൻ്റെ എല്ലാ രാജ്യങ്ങളും എല്ലാ സംസ്ഥാനത്തിൻ്റെയും ഒരു റിപ്പോർട്ടാണ്. അത് ഞാനോ ഒരു ഇന്ത്യൻ സ്ഥാപനമല്ല ഇറക്കിയിരിക്കണം. അത് ഇൻ്റർനെറ്റിൽ നിങ്ങൾ കയറിയിട്ട് നോക്കിക്കോളൂ, ഗൂഗിളിൽ എവിടെ നിന്നാണ് ഞാൻ അത് എടുത്തിരിക്കുന്നത്. രമേശ് ചെന്നിത്തല പരിഹസിച്ചത് 2 മിനിറ്റ് അല്ല, 1 മിനിറ്റ് മതി സ്ഥാപനം പൂട്ടിപ്പോകാനെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതൊക്കെ വേറെ കാര്യം. 2 മിനിറ്റ് എനിക്ക് തോന്നിയത് കുറച്ചൊരു എക്സാജറേഷനാണ്. പക്ഷേ അതിൻ്റെ ഉദ്ദേശമാണ് നമുക്ക് സ്വീകരിക്കേണ്ടത്. എൻ്റെ അർത്ഥം 2 മിനിറ്റ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറായി ഒരേ സർക്കാർ ഓരോരോ തടസ്സങ്ങൾ മുമ്പ് കൊണ്ടുവന്നിട്ടാണ് സർക്കാർ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തയ്യാറാണെങ്കിൽ അതിന് ഞാൻ സ്വീകരിച്ചു. തരൂരിന്റെ അഭിപ്രായ പ്രകടനങ്ങൾ പാർട്ടിക്ക് സ്ഥിരം തലവേദനയാകുന്നുവെന്നാണ് സംസ്ഥാനത്തെ നേതാക്കളുടെ നിലപാട്. പലപ്പോഴും സംസ്ഥാന നേതാക്കളുടെ നിലപാടുകളെ തരൂർ പിന്തുണയ്ക്കാറില്ല. മുമ്പ് മോദി സർക്കാരിനെ അഭിനന്ദിച്ച് അദ്ദേഹം നടത്തിയ പ്രസ്താവനകളും വിവാദമായിരുന്നു. തെരഞ്ഞെടുപ്പുകൾ അടുത്തെത്തുമ്പോൾ സർക്കാരിനെതിരായ ആയുധങ്ങളുടെ മൂർച്ചയില്ലാതാക്കുന്നത് തരൂരിന്റെ പതിവാണെന്നും മറ്റ് നേതാക്കൾ ആരോപിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണ കർശന നടപടി ആവശ്യപ്പെട്ട് ഹൈക്കമാൻഡിനെ സമ്മർദ്ദത്തിലാക്കാൻ തന്നെയാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം. തരൂരിന്റെ പ്രശംസയെ കൈയോടെ പ്രശംസിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രി പി രാജീവും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും കിട്ടിയ അവസരം ആഘോഷമാക്കി.